ഇനി അത് CPM-ൽ വന്നുകൊണ്ട് ക്രിമിനലായതല്ല. ക്രിമിനൽസേ CPM-ലേക്ക് വരുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾ അവിടെ വന്ന് നാടകം കളിച്ചു. എന്തിനു വേണ്ടി? ഈ പൈനാപ്പിൾ കൃഷി നടത്തുന്നവർ CPM-ൻ്റെ പിണിയാളുകളായിരിക്കാം. ഇയാൾക്കുൾപ്പെടെ അവിടുന്ന് വെട്ടുമീൻ കിട്ടുന്നുണ്ടാവാം. ഇയാളിപ്പോൾ കോടികൾ മുടക്കി ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഒരു സാധാരണ കുടുംബത്തിൽ വന്ന ഒരു മനുഷ്യനാണ്, രാഷ്ട്രീയക്കാരനാണ്. സോഴ്സൊക്കെ ഇപ്പോൾ കൃത്യമായിട്ടുണ്ടാക്കും. ഭാര്യയുടെ വീതം കിട്ടിയത്, അമ്മായിമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ ചില കണക്കുകളുണ്ടാകും. പക്ഷേ ഇതാണോ യാഥാർത്ഥ്യം? ഇയാൾ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്ന് ഈ നാടകം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കത്തിച്ച് കളയണമെന്ന് പറയണമെങ്കിൽ, ഇയാളെ വഴിവിട്ട് സഹായിച്ച ഒരാളുടേതായിരിക്കണം. ഇതെൻ്റെ അനുമാനമാണ് കേട്ടോ. എനിക്കെതിരെ അതിന് ഡിഫമേഷൻ കേസിന് പോയാൽ ഞാനിതെൻ്റെ അനുമാനം മാത്രം പറയുകയാണ്. അതല്ലെങ്കിൽ കോന്നിയിൽ ചില സുഹൃത്തുക്കൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.